അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഡൽഹിയിലാണ്, ഇന്ദ്രപ്രസ്ഥത്തിലാണ്. LMRKയുടെ അടുത്ത അഗ്നിഹോമത്തിലേക്ക്, 4ാമത്തെ അഗ്നിഹോമത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇപ്പം എല്ലാ പ്രോഗ്രാമിലും നമ്മുടെ ഒരാളായി നമ്മുടെ കൂടെ നിൽക്കുന്ന സുനിൽജിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. സുനിൽജി നമസ്കാരം. ഡൽഹിയിൽ തണുപ്പാണ്, കഠിനമായ തണുപ്പ്, നല്ല തണുപ്പാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. കാരണം നിങ്ങളെല്ലാം ഈ ഒരു പാശ്ചാത്യ വേഷം ഇട്ടപ്പോൾ ഞാൻ അതെ, തണുപ്പാണ്. സോ സുനിലേട്ടാ, നമ്മൾ ABC ചാനൽ ആദ്യം, അതിൽ നിന്നാണ് ഞങ്ങൾ സുനിലേട്ടനെ കാണുന്നത് ഫസ്റ്റ്. ഇപ്പോൾ സുനിൽജി നാഷണലിസം എന്ന് പറയുന്നത് റൈസിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ന്യൂസ് ചാനലുകൾ എല്ലാവരും, കേരളത്തിലെ ന്യൂസ് ചാനലുകൾ നാഷണലിസത്തിൻ്റെ കൂടെയാണോ എന്ന് സംശയിച്ചുകൊണ്ടിരുന്നൊരു സമയം. ആ ടൈമിൽ യൂട്യൂബിൽ പെട്ടെന്ന് ജനങ്ങളിലേക്ക് വലിയൊരു രീതിയിൽ നാഷണലിസം കത്തിച്ചെന്ന് വേണേൽ പറയാം. എന്നെ പോലുള്ള യങ്സ്റ്റേഴ്സിനൊക്കെ ഒരു പ്രചോദനമായി. അങ്ങനെ നാഷണലിസത്തിൻ്റെ പാതയിലേക്ക് ന്യൂസ് മീഡിയ എത്തിയ ഒരു, അങ്ങനെ നാഷണലിസത്തിന്റെ ഭാഗത്ത് ന്യൂസ് മീഡിയ എത്തിയോ? എനിക്ക് സംശയമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സുനിലേട്ടനാണ് അങ്ങനെ ഒരു ടേൺ കൊണ്ടുവന്നത്. ഉണ്ട്. പക്ഷെ നമ്മുടെ ഈ മെയിൻ സ്ട്രീം ചാനലുകളും മെയിൻ സ്ട്രീം മാധ്യമങ്ങളും ഇപ്പോഴും ഇന്ത്യാപക്ഷത്താണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇന്ത്യാപക്ഷത്ത് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത്. അപ്പൊ നമ്മുടെ മാധ്യമങ്ങൾ എടുക്കുന്ന നിലപാട് എന്താണ്? നമ്മളൊരു ഭാരതീയമായ എന്തിനേയും തിരസ്കരിക്കുക എന്നുള്ള ഒരു പ്രവണത നമ്മുടെ മാധ്യമങ്ങൾക്കുണ്ട്. അപ്പം നമുക്ക് ലോകത്തെ ഏറ്റവും മഹത്തായ സംസ്കാരം ഇന്ത്യൻ സംസ്കാരമാണ്. ലോകത്ത് ഈ പറയുന്ന, നമ്മളിപ്പോൾ പറയുന്ന, ഞാൻ ആദ്യം പറഞ്ഞൊരു വാക്കില്ലേ, നിങ്ങളൊക്കെ പാശ്ചാത്യ വേഷം ധരിച്ചിരിക്കുന്നത്, ഞാനും ധരിക്കുന്ന ആളാണ്. കാരണം നമ്മൾ എല്ലാം കൊണ്ടും കൊടുത്തും ആണ് ലോകത്തെ എല്ലാ സമൂഹങ്ങളും മുന്നോട്ട് പോകുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് എല്ലാത്തിനെയും സ്വീകരിച്ചിട്ടുള്ള ഒരു രാജ്യമാണ്. നമ്മളൊന്നിനും തിരസ്കരിക്കാതെ ഇല്ല, നമ്മളൊന്നും എക്സ്ക്ലൂസീവ് അല്ല, എല്ലാം ഇൻക്ലൂസീവാണ്. എല്ലാത്തിനെയും സ്വീകരിക്കുക, അതിൻ്റെ നന്മ എടുക്കുക, ഇതാണ് നമ്മുടെ രീതി. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ വസ്ത്രധാരണത്തിലാണെങ്കിലും നമ്മുടെ ഭാഷയിലാണെങ്കിലും നമ്മുടെ സംസ്കാരത്തിലാണെങ്കിലും നമ്മുടെ ജീവിത രീതിയിലാണെങ്കിലും ഒക്കെ നമുക്ക് ഒരുപാട് കാലാനുസൃതമായ മാറ്റങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നോക്കുമ്പോൾ പടിഞ്ഞാട്ട് നോക്കുന്നു, ഇപ്പോൾ യൂറോപ്പ് അല്ലെങ്കിൽ അമേരിക്ക, അവരൊക്കെ വലിയ വികസിതമായ രാജ്യമാണെന്നൊക്കെ പറയുമ്പോൾ അമേരിക്കയ്ക്ക് എത്ര വർഷത്തെ ചരിത്രമേ ഉള്ളൂ. അപ്പോൾ സൗദി അറേബ്യക്ക് എത്ര വർഷത്തെ ചരിത്രമുണ്ട്? നമുക്ക് ആയിരത്താണ്ടുകളല്ല, 10,000-കണക്കിന് വർഷങ്ങളുടെ ചരിത്രം ഇന്ത്യക്കുണ്ട്, ഭാരതത്തിനുണ്ട്. ഈ ഭാരതത്തിലെ സംസ്കൃതി എന്ന് പറയുമ്പോൾ നമുക്ക് അറിയില്ല. നമ്മളിപ്പം ആറ്റം തിയറിയെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ റുദർഫോർഡിനെ കുറിച്ച് പറയും. നമ്മുടെ കണാദൻ അണുസിദ്ധാന്തം ഉണ്ടാക്കിയ ആളാണ്. പ്ലാസ്റ്റിക് സർജറി, അങ്ങനെ ഏതു ശാസ്ത്ര ശാഖയിലാണെങ്കിലും ഭരദ്വാജ മഹർഷിയുടെ വ്യോമയാന ശാസ്ത്രം, അതേക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് ആളുകൾ കളിയാക്കില്ലേ. പണ്ട് ഇന്ത്യക്കാരന് വിമാനം ഉണ്ടായിരുന്നു. നമുക്ക് ഈ ശാസ്ത്രമൊക്കെ നമുക്കുണ്ടായിരുന്നു. ഇപ്പം ആകാശഗംഗ എന്നുള്ള ഗാലക്സി ഉണ്ടെന്ന് നമ്മൾ ആധുനിക ടെലസ്കോപ്പ് വെച്ച് കണ്ടുപിടിച്ചു. ആൻഡ്രോമീഡയാണ് ആകാശഗംഗ കഴിഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള ഗാലക്സി എന്ന് പറഞ്ഞു. ഇതൊക്കെ പണ്ടേ ഇന്നത്തെ ആധുനികമായ സാങ്കേതിക വിദ്യ ഉണ്ടാകുന്നതിന് മുമ്പ് ഭാരതത്തിലെ ഋഷീശ്വരന്മാരായ സന്യാസിമാർ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ പ്രശ്നം എന്നറിയാവും, നമുക്ക് പഴയ ഭാരതീയ പൈതൃകം എന്ന് പറയുമ്പോൾ ഇതെല്ലാം സന്യാസവുമായി ബന്ധപ്പെട്ടാണ്. പഴയ നമ്മുടെ ഋഷിമാരാണ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ. ശ്രീരാമചന്ദ്രനെ കുറിച്ച് പറയുന്നുണ്ട്, ഭഗവാൻ കാരണവാസത്തിന് കാട്ടിക്കഴിയുമ്പോൾ ഭരതൻ പാതകം വെച്ചിട്ടാണല്ലോ രാജ്യം ഭരിച്ചത്. ഭരതൻ ജ്യേഷ്ഠനെ കാണാൻ കാട്ടിലെത്തിയപ്പോൾ ശ്രീരാമചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എല്ലാവർക്കും സുഖമാണോ? ചാർവാകന്മാർക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആരാണ് ചാർവാകന്മാർ ഈശ്വരനില്ല എന്ന് പറയുന്നവരാണ്. ഈശ്വരനില്ല എന്ന് പറയുന്ന ആളുകൾക്ക് പോലും ക്ഷേമമുണ്ടോ, അവർ സുഖമായിട്ടിരിക്കുന്നോ എന്ന് ചോദിച്ചിരുന്ന ഒരാളാണ് ശ്രീരാമചന്ദ്രൻ. അങ്ങനത്തെ ഒരു സംസ്കാരം നമുക്കുണ്ട്. നമ്മുടെ ഒരു വഴിയിൽ സഞ്ചരിക്കാത്ത ആളുകളെ പോലും ചേർത്ത് നിർത്തുക, അവരും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് എന്ന് പറയുന്ന ഒരു സംസ്കാരം. ഈ ഒരു സംസ്കാരം എനിക്ക് തോന്നുന്നു ഭാരതീയമായ സംസ്കാരം മാത്രമാണ്. അതേസമയം നമ്മൾ മറ്റ് സെമിറ്റിക് മതങ്ങളെ കുറിച്ച് നോക്കൂ. സെമിറ്റിക് മതങ്ങളിൽ എന്താ പറയുന്നത്? അവർ ഒരിക്കലും ഇൻക്ലൂസീവ് അല്ല, എക്സ്ക്ലൂസീവാണ്. അവരുടെ കൂട്ടത്തിലുള്ള കാര്യങ്ങളെല്ലാം മഹത്തരമാണ്. അവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും വിട്ടുപോയാൽ, ഈ രണ്ട് മതങ്ങളും, ക്രിസ്ത്യൻ മതവും പറയുന്നുണ്ട്, ഇസ്ലാമിക മതവും പറയുന്നുണ്ട്, മതം വിട്ടവരെ കൊല്ലണമെന്ന്. നമ്മുടെ കൂടെ മതം വിട്ട് നിരീശ്വരവാദം പറയുന്ന ചാർവാകന്മാർക്ക് സുഖമാണോ, നീ അവരുടെ ക്ഷേമം ഉറപ്പാക്കുന്നുണ്ടോ എന്ന് രാമൻ ചോദിക്കുന്നു. അതാണ് മര്യാദാ പുരുഷോത്തമന്മാരുടെ സംസ്കാരമാണ് ഭാരതത്തിന്റെ. അപ്പം ലോകത്ത് ഇന്ന് നമ്മൾ കാണുന്ന വികസിതമായ സംസ്കാരങ്ങളെല്ലാം അവര് പച്ചയിറച്ചി കഴിച്ച് കാട്ടിൽ കഴിഞ്ഞ കാലത്ത് നമ്മുടെ രാജ്യത്ത് അതിമഹത്തരമായ ഒരു സംസ്കാരം ഉണ്ടായിരുന്നു. ഇതാണ് ഭാരതത്തിന്റെ സംസ്കൃതി. ഇതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നില്ല, നമ്മൾ പഠിപ്പിക്കുന്നില്ല. നമ്മളിപ്പം അലക്സാണ്ടർ ദ ഗ്രേറ്റ് എന്ന് പറയും. അലക്സാണ്ടർ ഇന്ത്യയെ കൊള്ളയടിക്കാൻ വന്ന ആളാണ്. നമ്മൾ ഇന്ത്യയെ കൊള്ളയടിക്കാൻ വന്ന് തോറ്റു ഓടിയ ഒരാളെ നമ്മൾ മഹാൻ എന്ന് വിളിക്കും. നമ്മുടെ വീട് കൊള്ളയടിക്കാൻ വന്ന കള്ളനെ മഹാൻ എന്ന് വിളിക്കുന്നതാണ് നമ്മുടെ പാഠ്യപദ്ധതി. പക്ഷേ അലക്സാണ്ടറെ തോൽപ്പിച്ച ഒരു ചെറിയ ഹിന്ദു രാജാവുണ്ടായിരുന്നു,
ഫോറസ്റ്റിനെ കുറിച്ച് ആരും പഠിക്കുന്നില്ല. ഇത് മനഃപൂർവ്വമാണ്. അതായത് നമ്മുടെ ഭാരതീയമായ നമ്മുടെ നേട്ടങ്ങളെയൊക്കെ നമ്മുടെ തലമുറ അറിയാതിരിക്കുക, അവരിൽ നിന്ന് മറച്ചു വെക്കുക എന്ന് പറയുന്നത് ആണ് ഒരു വളരെ ആസൂത്രിതമായി നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ നിന്ന് തലമുറകളെ മാറ്റിപ്പാർപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാനിപ്പോൾ രാഷ്ട്രീയം പറയുകയല്ല. നമ്മൾ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം നവംബർ 14 ശിശുദിനമാണ്. നെഹ്റു കുട്ടികൾക്ക് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത്? എൻ്റെ അറിവിൽ ഞാൻ വായിച്ചറിഞ്ഞിട്ടൊന്നുമില്ല. അദ്ദേഹം വേണമെങ്കിൽ അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന് പറയുന്ന പേരിൽ ജയിലിൽ കിടന്ന സമയത്ത്, ജയിൽ എന്നൊക്കെ ഉള്ളത് ഒരു വിവാദ വിഷയമാണ്, അദ്ദേഹം താമസിച്ചിരുന്ന ബംഗ്ലാവ് തന്നെ ജയിലാക്കി മാറ്റുകയായിരുന്നു. അപ്പൊ അച്ഛൻ മകൾക്ക് അയച്ച കത്തുകളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അതാണ് ഒരുപക്ഷെ കുട്ടികളുമായി അദ്ദേഹത്തിന്റെ ഉള്ള ഇടപെടലതായിരിക്കും. അപ്പൊ ഇതിന് റോസാപ്പൂ കുത്തി വെച്ചു എന്ന് പറയാം. ഇപ്പൊ തർക്ക വിഷയം, ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് നെഹ്റുവിന്റെ ജന്മദിനം ശിശുദിനമാക്കുന്നത്? അല്ല, ഇനി വരുന്ന എല്ലാ തലമുറയും നെഹ്റു എന്നൊരാളുണ്ടായിരുന്നു എന്നു, അദ്ദേഹമാണ് ഈ രാജ്യം ഉണ്ടാക്കിയെടുത്തതും എന്നുള്ള ഒരു നിർമ്മിതി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മുടെ ഭാരതം ഉണ്ടാക്കിയത് ആരാണ്? ഭാരതം ഉണ്ടാക്കിയത് നൂറുകണക്കിനുണ്ടായിരുന്ന നമ്മുടെ നാട്ടുരാജ്യങ്ങളെല്ലാം ചർച്ച ചെയ്തും ഭീഷണിപ്പെടുത്തിയും ബലം പ്രയോഗിക്കേണ്ടടുത്ത് ബലം പ്രയോഗിച്ചും കൂട്ടിച്ചേർത്ത സർദാർ പട്ടേലാണ്. സർദാർ പട്ടേലിനെ നമ്മൾ അറിയുന്നില്ല. ഇതൊക്കെ ഒരു അജണ്ടയാണ്, ഒരു സെറ്റ് ചെയ്ത് പോകുന്ന കാര്യമാണ്. അതുപോലെയാണ് ഭാരതീയമായ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്തോ കുഴപ്പമാണെന്ന് പറയുന്നത്. നമ്മളിപ്പോൾ LMRK വന്നിട്ട് ഭാരതീയ സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞു. എനിക്ക് വലിയ അത്ഭുതം തോന്നുവാണ്. അത്ഭുതമൊന്നുമില്ല, സ്വാഭാവികമാണ്. എന്തുകൊണ്ട് ഇത്ര വൈകിയെന്ന് ഞാൻ ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ തിരുനാവായില് നാവാമുകുന്ദന്റെ മണ്ണിൽ മാഘമകം നടക്കുന്നു. കുംഭമേള ആയിട്ടില്ല, കുംഭമേള വരാൻ പോകുന്നേ ഉള്ളൂ. മാഘമകം നടക്കുമ്പോൾ അത് ഉത്തരേന്ത്യൻ സംസ്കാരത്തെ കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ്. ചില സാധനങ്ങൾ ഒളിച്ചു കടത്തുകയാണെന്ന് പറയും. എന്താ ഒളിച്ചു കടത്താൻ? ഉത്തരേന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമായ എന്തെങ്കിലും നമ്മൾ സ്വീകരിക്കരുത്. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ധരിക്കുന്ന ചുരിദാർ ഈ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മൾ എല്ലാ സംസ്കാരങ്ങളും നിങ്ങളെ സ്വീകരിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട വിഭവമാണ് ഇപ്പൊ കുഴിമന്തി, അല്ലേ? കുഴിമന്തി യമന്റെയാണ്. അപ്പം അറബിക് ഫുഡ് വരുന്നു, ചൈനീസ് ഫുഡ് വരുന്നു. ഇതൊക്കെ വരുമ്പോൾ ചൈനീസ് സംസ്കാരം ഒളിച്ചു കിടത്തുന്ന ആരും പറയുന്നില്ല. കുഴിമന്തി കഴിക്കുമ്പോൾ യമൻ സംസ്കാരം കൊണ്ടുവരുന്നു പറയുന്നില്ല. എന്നാൽ കുംഭമേള വരുമ്പോൾ വടക്കേ ഇന്ത്യൻ സംസ്ഥാനം ഒളിച്ചു കിടത്തുകയാണെന്ന് പറഞ്ഞു. ഇതിനകത്തൊരു കള്ളത്തരമില്ലേ? ഉറപ്പായിട്ടും ഉണ്ട്. അത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം കാശ്മീരം മുതൽ കന്യാകുമാരി വരെ ഒന്നാണ് എന്നുള്ള ആശയത്തെ ഭിന്നിപ്പിക്കാനും മുറിച്ചു കളയാനും വേണ്ടി എടുക്കുന്നതാണ് ഉത്തരേന്ത്യ വടക്കേ ഇന്ത്യ എന്ന് പറയുന്ന വ്യത്യാസം. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, രാമൻ കേരളത്തിലെ ആളുകൾക്ക്, മലയാളികൾക്ക് രാമൻ അത്ര പ്രിയപ്പെട്ടതല്ല എന്ന് പറയുന്നത് കള്ളമല്ലേ? നമ്മുടെ നാട്ടില് നമ്മുടെ സന്ധ്യാനാമം രാമ 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 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഒരു ദിവസം ആരംഭിക്കുന്നത്. ഒരു ഹിന്ദുവിന്റെ കേരളത്തിലെ ജീവിതം ആരംഭിക്കുന്നത് തന്നെ അവൻ ജനിക്കുമ്പോഴും രാമനാമം കേട്ടിട്ടാണ്. മരിക്കുമ്പോൾ മരണാനന്തര ചടങ്ങിലും നമ്മൾ രാമനെ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഹിന്ദുവിന് രാമനില്ല കേരളത്തിൽ എന്ന് പറയുന്ന കള്ളത്തരമല്ലേ? നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ കേരളത്തിൽ വിഷ്ണുവിന്റെ ക്ഷേത്രങ്ങൾ കുറവാണ്. നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് സുബ്രഹ്മണ്യനും അയ്യപ്പനും ശിവനും ഭഗവതിയൊക്കെയാണ്. അതുകൊണ്ട് നമുക്ക് മറ്റ് ദേവതാ സങ്കല്പങ്ങൾക്ക് നമ്മൾ എതിരാണെന്ന് ഒരു ധാരണയില്ല. ആ ധാരണ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് ഈ ഹിന്ദു മതത്തിന്റെ ഒരു ഏകീകരണത്തെ ചെറുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പം മുരുകനെ കുറിച്ച് പറയുന്നു. ചിലർ ചോദിക്കുന്നുണ്ട്, ഈ വടക്കേ ഇന്ത്യയിൽ എന്താണ് മുരുകനില്ലാതെ? വടക്കേ ഇന്ത്യയിൽ മുരുകനില്ലെന്ന് ആര് പറഞ്ഞു? അന്വേഷിച്ചില്ല. ഇപ്പൊ നമ്മൾ പഹൽഗാമിൽ ചെന്നാൽ, പുൽവാമയിൽ ചെന്നാൽ, കാശ്മീരിലെ പുൽവാമയിൽ ചെന്നാൽ അവിടുത്തെ പയർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഒരു കാർത്തിക സ്വാമി ക്ഷേത്രമുണ്ട്. രുദ്രപ്രയാഗിനടുത്ത് ഒരു കാർത്തിക സ്വാമി ക്ഷേത്രമുണ്ട്. അവിടെയാണ് ഭഗവാന്റെ ഭൗതിക ശരീരത്തിന്റെ ശേഷിപ്പുകൾ ഉണ്ട് എന്ന് പറയുന്ന ഒരു ക്ഷേത്രം. അപ്പൊ എല്ലായിടത്തും ഉണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഞാൻ ഒരു അധികമായി സംസാരിക്കുകയാണ്, അങ്ങേക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിച്ചില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഭാരതത്തിന്റെ ഒരു സംസ്കൃതി എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും മികച്ച സംസ്കാരങ്ങളിലൊന്നാണ്. എനിക്ക് തോന്നുന്നു എല്ലാ സംസ്കാരങ്ങളുടെയും അമ്മ എന്ന് പറയുന്നത് ഇന്ത്യൻ സംസ്കാരമാണ്. അത് ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുമ്പോൾ അത് ഹിന്ദു സംസ്കാരമാണോ എന്നൊരു ചോദ്യം ഉണ്ടാവും. അപ്പൊ ഞാനൊരു ഒറ്റപ്പെട്ട ഒരു ദ്വീപിൽ ഞാൻ പെട്ടുപോയി. ഒറ്റപ്പെട്ട ദ്വീപിൽ പോയി, വേറെ ആരും ഇല്ലാത്തപ്പോൾ എനിക്കൊരു പേരിന്റെ ആവശ്യമില്ല. ഉണ്ടോ? ഞാൻ മാത്രമേ ഉള്ളൂ. അവിടെ എനിക്ക് പേര് അപ്രസക്തമാണ്. അതുപോലെ നമ്മുടെ ഈ ഇന്ത്യ എന്ന് പറയുന്ന, ഭാരതം എന്ന് പറയുന്ന ഈ ഭൂപ്രദേശത്ത് ഒരു പ്രത്യേക ജനങ്ങൾ മാത്രം ഉണ്ടായിരിക്കുമ്പോൾ അവർക്കൊരു മതത്തിന്റെ പേര് ആവശ്യമില്ല. മറ്റൊരാൾ വന്നിട്ട് കാണുമ്പോൾ വേറൊരാൾ വരുന്നു, പുറത്തുനിന്ന് ഒരാൾ വരുന്നു, ഒരു വൈദേശികൻ വരുമ്പോൾ അവന്റെ സംസ്കാരവും അവന്റെ ഭാഷയും അവന്റെ പ്രകൃതവും അവന്റെ ആചാരങ്ങളും അല്ലാത്ത ഒരു ജനങ്ങളെ കാണുമ്പോൾ അവര് തോന്നുകയാണ് ഇവർ വേറെയാണെന്ന്. അപ്പൊ അവരൊരു പേരിടും, അല്ലേ? ഞാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കൊരിടത്ത് കഴിയുന്നു, ഒരു ദ്വീപിൽ ഞാൻ തനിച്ച് കഴിയുന്നു. അപ്പൊ നിങ്ങൾ വരുന്നു, അപ്പൊ നിങ്ങൾക്ക് എന്നെ വിളിക്കാനായിട്ട് ഒരു പേര് വേണം എന്ന് പറയുന്ന പോലെയാണ് ഇന്ത്യ. ബ്രിട്ടീഷുകാരൻ വന്നപ്പോഴാണ് ഹിന്ദുക്കൾ ഇവിടെ ഉണ്ടായെന്ന് പറയുന്നത്. ഹിന്ദുക്കൾ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്നു, അവർക്ക് പേരുണ്ടായിരുന്നില്ല. കാരണം ഇവിടെ ഉണ്ടായിരുന്നത് ആ സംസ്കാരത്തിൽ ജീവിക്കുന്ന ആളുകൾ മാത്രമായിരുന്നു. അവരിൽ നിന്ന് ഭിന്നമായ ഒരാൾ, വേറിട്ട ഒരാൾ വന്നപ്പോഴാണ്
അവരെ ഒരു പേര് വിളിച്ചത് ഇൻഡസ് നദിയുടെ ഇപ്പുറത്തുള്ളവരെന്നോ ഒക്കെ പറഞ്ഞ് ഹിന്ദു എന്ന് വിളിച്ചു. അപ്പൊ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യവും ഹിന്ദു എന്ന് പറയുന്ന ഒരു മതവും ഉണ്ടായത് ബ്രിട്ടീഷുകാരൻ വന്നതിന് ശേഷമാണെന്നുള്ള ഒരു അപനിർമ്മിതിയൊക്കെ ഉണ്ട്. ഇതൊക്കെ ചെറുപ്പക്കാർ ഇങ്ങനെ കേട്ടുവരികയാണ്. അപ്പൊ ഇതിനൊക്കെ ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തലമുറ ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട്. അതാണ് വലിയ സന്തോഷം. നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാർ, എനിക്ക് വലിയ സന്തോഷമാണ്. ഞാൻ പല യോഗങ്ങളിലും പറയാറുണ്ട്, ഞാൻ LMRKയുടെ യോഗങ്ങളിലൊക്കെ വരുന്നു. യോഗങ്ങൾ വരുമ്പോൾ ഞാൻ കാണുന്നത് ഒരുപാട് സ്ത്രീകളെ കാണുന്നു, ഒരുപാട് ചെറുപ്പക്കാരെ കാണുന്നു. ചെറുപ്പക്കാരുടെ ഒരു വലിയ വ്യൂഹം വരികയാണ്. അവർ വന്നിട്ട് അവർ നമ്മുടെ ഭാരതീയമായ ചിന്തകളിലേക്ക് വരുന്നു, അവർ വിശ്വാസങ്ങളിലേക്ക് വരുന്നു, നമ്മുടെ ഈശ്വര സങ്കല്പങ്ങളെ ചേർത്ത് പിടിക്കുന്നു. ഞാൻ എപ്പോഴും പറയും, ഞാൻ പരിചയപ്പെട്ടിരുന്നു ക്വാണ്ടം ഫിസിക്സിന് പഠിക്കുന്ന ആളുകൾ നമ്മുടെ യോഗങ്ങളിൽ പങ്കെടുക്കുന്നു. അപ്പം നമ്മൾ വിദ്യാഭ്യാസപരമായി ഏറ്റവും വലിയ ഒരു നമുക്കിന്ന് സാധാരണക്കാർക്ക് ദഹിക്കുന്ന ഒന്നുമല്ല ക്വാണ്ടം മെക്കാനിസം എന്നൊക്കെ പറയുന്നത്. അതിന് പഠിക്കുന്ന ആളുകൾ ജീവിതത്തിന്റെ എല്ലാ തുറകളിലുമുള്ള ആളുകൾ വരുന്നു. അപ്പം ഇവർക്കൊക്കെ ശരിയെന്ന് തോന്നുന്നത് തെറ്റാണെന്ന് പറയുന്ന ഒരാളുകളുടെ ഒരു ചിന്തയെക്കുറിച്ച് എന്ത് പറയാനാണ്? കാരണം ഇപ്പോൾ സുനിലേട്ടൻ പറഞ്ഞു ക്വാണ്ടം ഫിസിക്സ് പഠിക്കുന്നവർ, യങ്സ്റ്റേഴ്സ്, അങ്ങനെയൊക്കെ ചിന്തിപ്പിക്കാൻ സുനിലേട്ടന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. ഞാൻ ആരാധനയോടെ കാണുന്നത്. അല്ല, ഞാൻ എൻ്റെ ഒരു പങ്ക് വഹിക്കുന്നു എന്നേ ഉള്ളൂ. കാരണം അത് ചെയ്യുന്ന നമുക്ക് ഇങ്ങനെ ഒരു പങ്ക് വഹിക്കാൻ കഴിയുന്നത് ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും നമ്മുടെ സംസ്കാരത്തെയും സംസ്കൃതിയൊക്കെ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് ആളുകളുടെ ഊർജം ഈ സമൂഹത്തിലുണ്ട്. ആ ഊർജ്ജപ്രവാഹം ഉള്ളതുകൊണ്ടാണ് നമുക്ക് നിൽക്കാൻ പറ്റുന്നത്. കാരണം നമ്മുടെ കോൺട്രിബ്യൂഷൻ വളരെ ചെറുതാണ്, നമുക്ക് ചെയ്യാൻ പറ്റും, നമ്മൾ ചെയ്യുന്നു. പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയുന്നത്, ഞാൻ എൻ്റെ സംസ്കാരത്തെയും എൻ്റെ മതത്തെയും എൻ്റെ വിശ്വാസങ്ങളെയും ഒക്കെ മുറുകെ പിടിക്കുന്ന ആളാണ്. ഞാനൊരു ഹിന്ദു ആണെന്ന് പറയാൻ എനിക്ക് ഒരു കുറച്ചിലുമില്ല, അഭിമാനമേ ഉള്ളൂ. ഒരു ഹിന്ദുവാണ്. കാരണം ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാത്തിനെയും ചേർത്ത് പിടിക്കുന്ന മതമാണ്. അത് ഹിന്ദുവിൻ്റെ ഒരു പ്രമാണം ഇങ്ങനെയാണ്: ആകാശാൽപതിതം തോയം യഥാ ഗച്ഛതി സാഗരെ സർവ്വദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. അതായത് ആകാശത്ത് നിന്ന് വീഴുന്ന വെള്ളം ഒഴുകി കടലിൽ ചെന്നു ചേരുന്നത് പോലെ നീ ഏത് ഈശ്വരനെ ഭജിച്ചാലും അതെന്റെ കേശവന്റെ അടുത്താണ് എത്തുന്നത്. നീ ഇസ്ലാം ആയിക്കോ, നീ ക്രിസ്ത്യാനി ആയിക്കോളൂ, നീ ബൗദ്ധനായിക്കോട്ടെ, ജൈനനായിക്കോട്ടെ, നീ അവിടെയൊക്കെ പ്രാർത്ഥിച്ചോളൂ. പക്ഷെ നീ അവിടെയൊക്കെ പ്രാർത്ഥിക്കുമ്പോഴും എന്റെ കേശവന്റെ പാതാരബിന്ദങ്ങളിലാണ് വരുന്നത് എന്ന് കരുതാൻ പറ്റുന്ന ഒരു വലിപ്പം ആർക്കുണ്ട്? ഹിന്ദുവിനുണ്ട്, ഭാരതീയ സംസ്കാരത്തിലുണ്ട്. മറ്റവരങ്ങനെയല്ല. നീ വിഗ്രഹങ്ങളെ ആരാധിച്ചാൽ, നീ എന്റെ ദൈവത്തെ അല്ലാത്ത മറ്റൊരാളെ പ്രാർത്ഥിച്ചാൽ നീ നരകത്തിൽ പോകും, നീ പാപിയാണ് എന്ന് പറയുകയാണ്. അപ്പൊ ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മറ്റുള്ളവരെ മാനിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലുത്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി വന്നപ്പോൾ ആശാജിനാഥ്, തിരുവനന്തപുരം ഡെപ്യൂട്ടി മേയർ പ്രധാനമന്ത്രിയുടെ കാല് തൊട്ടത്. പ്രധാനമന്ത്രി എന്താ ചെയ്ത്? തിരിച്ചവരുടെ പാദം നമസ്കരിച്ചു. ഇതൊരു സംസ്കാരമല്ലേ? ഈ സംസ്കാരം മറ്റുള്ളവനെ ആദരിക്കുക, ബഹുമാനിക്കുക എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യനെ. നമ്മൾ ഓരോരുത്തരും ഓരോ വ്യക്തികളാണ്. ഓരോ വ്യക്തികളെന്ന നിലയിൽ നമ്മൾ പറയുന്നത് എന്താണ്? പുല്ല് മുതൽ പുലി വരെ, അല്ലെങ്കിൽ ഏറ്റവും ചെറിയ ജീവാംശം മുതൽ ഏറ്റവും വലിയ നീലത്തിമിംഗലം വരെ ഉള്ളത്, എല്ലായിടത്തും ഉള്ളത് ഭഗവാന്റെ ചൈതന്യമാണ്. ഈശ്വരനെ അവിടെ കാണുന്നു. അപ്പൊ എന്നിൽ ഈശ്വരനുണ്ട്, നിങ്ങളിലുണ്ട്, ഈ തൂണിലും തുരുമ്പിലും ഒക്കെ ഈശ്വരനുണ്ട് എന്ന് കരുതുന്ന ഒരു സംസ്കാരം. എല്ലാത്തിനെയും തുല്യമായി കരുതുക, എല്ലാത്തിനെയും സ്നേഹിക്കാൻ പറ്റുക. ഇതല്ലേ ലോകത്തിലെ ഏറ്റവും വലിയ ദർശനം? അതെ, സുനിലേട്ടൻ ജിയോ പൊളിറ്റിക്സ് ഒക്കെ കൊണ്ടുപോയിരുന്ന ഒരാളാണ്. ജിയോ പൊളിറ്റിക്കൽ ഡിസ്കഷൻസ് വലിയൊരു അമ്മമാർ, ഇപ്പൊ പറഞ്ഞല്ലോ LMRKയിലെ അമ്മമാർ, അവരെ പോലുള്ള കുറേ പേര് സുനിലേട്ടൻ്റെ ജിയോ പൊളിറ്റിക്കൽ ഇന്റർവ്യൂസ് കണ്ടിട്ടാണ് ഈ ഡീപ് സ്റ്റേറ്റിനെ കുറിച്ച്, ഇലുമിനാറ്റി, ഇതൊക്കെ അറിഞ്ഞു തുടങ്ങുന്നത്. പെട്ടെന്ന് ജിയോ പൊളിറ്റിക്സിന്റെ കൂടെ സ്പിരിച്വാലിറ്റി, LMRKയുടെ ഒരു കണക്ഷൻ വന്നു. രജിത്ജിയുടെ ഒരു ഇന്റർവ്യൂ വന്നു. രജിത്ജിയുടെ ഇന്റർവ്യൂ ബാക്കിയുള്ള ചാനൽസിൽ വന്ന് തുടങ്ങി. സുനിലേട്ടൻ്റെ ഇന്റർവ്യൂവിന് ശേഷമാണ് ആ ഒരു ബൂം വന്നത്. ഒരു ബ്ലാസ്റ്റ് ആയി എന്ന് വേണേൽ പറയാം. അല്ല, അതിനകത്തൊരു കാര്യമുണ്ട്. എന്നെ സംബന്ധിച്ച് എനിക്ക് ബോധ്യമില്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യില്ല. കാരണം ഞാൻ അതിന് മുന്നേ സുനിലേട്ടൻ ഇമെയിൽ അയച്ചിരുന്നു. സുനിലേട്ടൻ ഇങ്ങനെ ഒരു ഇതുണ്ട്. എന്നോട് ഒരുപാട് പേര്, എന്റെ വളരെ അടുത്ത സുഹൃത്ത് രഞ്ജിത്ത് ഗോപാലകൃഷ്ണനുണ്ട്. രഞ്ജിത്ത് ബഹ്റിനിലാണ്. രഞ്ജിത്ത് എന്നോട് വേണ്ട ഒരു 2 വർഷം മുമ്പ് LMRKയെ കുറിച്ച് പറഞ്ഞു, രജിജിയെ കുറിച്ച് പറഞ്ഞു. അവർ ഒരുമിച്ച് കതിർഗാമയിലൊക്കെ പോയ കഥ എന്നോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അതൊന്ന് ചാനലിൽ കൊണ്ടുവരിക. അപ്പൊ ഞാൻ ABCയുടെ എഡിറ്ററാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വന്നു. പക്ഷെ എനിക്കത് അതിനെക്കുറിച്ച് ബോധ്യമില്ലാറില്ല. ഞാൻ 1 വർഷത്തോളം LMRKയെ മാറി നിന്ന് നോക്കി, വീക്ഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു ഭക്തി പ്രസ്ഥാനം മാത്രമല്ല. ഭക്തി പ്രസ്ഥാനം മാത്രമല്ല, ഒന്നാമത് ഞങ്ങളുടെ അവിടെ ഒരു കാണിക്കവഞ്ചി ഇല്ല എന്നുള്ളതാണ്. അതെ, കാരണം എല്ലാ ഇത്തരം സ്പിരിച്വൽ മൂവ്മെന്റും പോകുന്നത് പലപ്പോഴും വളരെ പെട്ടെന്ന് വഴിതെറ്റി പോവുകയും പണമുണ്ടാക്കാനുള്ള ഒരു മാർഗമായിട്ട് മാറും. ഇപ്പോൾ ശ്രീ രജിത് കുമാറിനെ സംബന്ധിച്ച്, നമ്മളെല്ലാവരും രജിത് ജി എന്ന് വിളിക്കുന്ന അദ്ദേഹത്തെ സംബന്ധിച്ച്, അദ്ദേഹം ഒരാളെ പോലും വീട്ടിൽ പോയി കാണുന്നില്ല. ഒരാളുടെ വീട്ടിൽ വരും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങൾ വരൂ, കൂട്ടപ്രാർത്ഥന നടത്താമെന്ന് പറയുന്നില്ല.
ഒരാളോട് പോലും നിങ്ങൾ LMRKക്ക് ഒരു നിശ്ചിത തുക തന്നിരിക്കണം എന്ന് പറയുന്നില്ല. LMRKയിൽ അംഗമാണെങ്കിൽ ഇത്ര 1000 രൂപ എന്ന് പറയുന്നില്ല. ആളുകൾ കൂട്ടത്തോടെ വരുന്നു, അവരുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി വരുന്നു. അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങൾ ഒരു പ്രവചനം പോലെ സംഭവിക്കുന്നുണ്ട്. ഇതെല്ലാം കണക്ട് ചെയ്ത് ആളുകൾ ചിന്തിച്ച് ഒരു മൂവ്മെന്റ് ആയിട്ട് വരുന്നു. അപ്പോൾ ഞാൻ നോക്കിയത് മാത്രമല്ല, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടത്, ഞാൻ കഴിഞ്ഞ ഗുരുവായൂർ സമ്മേളനത്തിൽ തിരുവനന്തപുരത്തൊക്കെ പറഞ്ഞു. കാരണം ഭക്തി പ്രസ്ഥാനങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ നാട്ടിൽ, ആത്മീയതയെക്കുറിച്ച് പറയുന്നു. പക്ഷേ ഭക്തിയുടെ കൂടെ ആത്മീയതയുടെ കൂടെ ഭൗതികത കൂടെ ചേർത്ത് വെക്കാണ്. നമ്മൾ മുരുകനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഭാരതത്തെക്കുറിച്ച് പറയും. ഭാരതത്തെക്കുറിച്ച് പറയുമ്പോൾ ഭാരതം ലോകത്തിന്റെ നെറുകയിൽ വരണമെന്ന് പറയും. അപ്പോൾ ഇന്ത്യ എൻ്റെ രാജ്യമാണെന്ന് പറയും. നമ്മുടെ രാജ്യത്തെ മഹാത്മാക്കളെ കുറിച്ച്, സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് സംസാരിക്കുന്നു, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയെ കുറിച്ച് പറയുന്നു, ഭാരതം വിശ്വഗുരുവാവണമെന്ന് പറയുന്നു, അല്ല ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ച് പറയുന്നു. നമ്മൾ ഓർക്കുന്നില്ലേ, പഹൽഗാം ആക്രമണം ഉണ്ടാകുന്നതിന് മുമ്പാണ് പഴനിയിൽ യാഗം നടത്തിയിട്ട് ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി യാഗം നടത്തിയത്. അന്ന് പഹൽഗാം സംഭവിക്കുമെന്നോ ഓപ്പറേഷൻ സിന്ദൂർ സംഭവിക്കുമെന്നോ ആർക്കും അറിയില്ല. നമ്മൾ ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു, നമ്മളൊരു യാഗം നടത്തി. അതിന് ഒരു 10-15 ദിവസത്തിനുള്ളിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ഒരു മൈറ്റി പവർ എന്താണെന്ന് ലോകത്തെ കാണിക്കുന്ന തരത്തിലുള്ള ഒരു ഓപ്പറേഷൻ സിന്ദൂർ ഉണ്ടാകും. അപ്പൊ ഇതെല്ലാം കണക്റ്റഡ് ആണ്. അപ്പൊ ഇത് നോക്കുമ്പോൾ ഇതിനകത്തൊന്നും ഞാൻ പറയുന്ന പോലെ പണമുണ്ടാക്കി, രജിത്ജിയെ സംബന്ധിച്ച് അദ്ദേഹം ഇപ്പോൾ KSEBിൽ ഉദ്യോഗസ്ഥനായിട്ട് ജോലി ചെയ്ത് ജീവിക്കുകയാണ്. അദ്ദേഹം ഇത് ഒരു പണം ഉണ്ടാക്കാനുള്ള മാർഗ്ഗമാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു കഷായമൊക്കെ ധരിച്ച് ഒരു എല്ലായിടത്തും ഭജനകളൊക്കെ നടത്തി ആളുകളെ കൂട്ടി കാണിക്ക വഞ്ചികളൊക്കെ സംഭവിച്ചു. ഇപ്പൊ എല്ലായിടത്തും ഓടി കടന്നു. ഇപ്പൊ ഇവിടെ ഡൽഹിയിൽ വന്നിരിക്കുകയാണ്. അതിന് പകരം തൃശ്ശൂരോ ഒക്കെ 3-4 മുരുകന്റെ കോവിലുണ്ടാക്കിയിരുന്ന ഇതിലൊക്കെ നല്ല ശതമാനം ആളുകൾ അവിടെയും വരും, ഒരുപാട് പൈസ ഉണ്ടാക്കാം. അതൊന്നും ചെയ്യുന്നില്ലല്ലോ. അപ്പം ഇതെനിക്ക് തോന്നുന്നു. പക്ഷേ അദ്ദേഹത്തിനെതിരെ LMRKക്കെതിരെ ഞാൻ കാണുന്നുണ്ട് കുറച്ചു കാലമായിട്ട് സംഘടിതമായ ഒരു ആക്രമണം ഉണ്ടാകുന്നുണ്ട്. അപ്പം ഞാൻ പറയുന്നത് സ്വാഭാവികമാണ്, അങ്ങനത്തെ ഒരു ആക്രമണം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചില സ്ഥലങ്ങളിൽ ലക്ഷ്യവേദിയായി ചെന്ന് കൊള്ളുന്നു എന്നുള്ളതുകൊണ്ടാണ്. കാരണം ഈ ഒരു മൂവ്മെന്റ് വന്നാൽ ഒരു ദേശീയതയുടെ ഭാഗമായി ഒരു ഉണർവുണ്ടാവും. ഇപ്പൊ നന്ദഗോവിന്ദൻ ഭജൻസ് എന്ന് പറയുന്ന ഒരു ഭജന ഗ്രൂപ്പുണ്ട്. ഇപ്പം നമ്മുടെ പ്രശാന്ത് വർമ്മയുടെ മാനസ ജപല ലഹരി തുടങ്ങി വെച്ച ഒരു മൂവ്മെന്റ് ഉണ്ട്. കേരളത്തിലെമ്പാടും ഭക്തിഗാനങ്ങളെ, ഭജന എല്ലായിടത്തും ഉണ്ട്. ഭജനയെ പോപ്പുലർ ആക്കിയത് പ്രശാന്ത് വർമ്മയാണ്. പ്രശാന്ത് വർമ്മയെ പോലെ ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ തുടങ്ങി വന്നിച്ച ഒരു മൂവ്മെന്റ് ഇടക്കാലം കൊണ്ടൊന്ന് അട്ടിമറിക്കപ്പെട്ടു. പിന്നീട് ഈ വേടനെന്നും കാരനെന്നും ഒക്കെ പറയുന്ന ആളുകൾ റാപ്പ് മ്യൂസിക് ഒക്കെ ആയിട്ട് വന്നു. അവരുടെയൊക്കെ പശ്ചാത്തലം നമ്മൾ കണ്ട വാർത്തയിൽ കണ്ടതാണ്. അവിടെ പോയി നമ്മുടെ യുവത വല്ലാതെ ആർത്തപ്പരസിക്കുകയും ഉല്ലസിക്കുകയും നൃത്തം ചെയ്യുകയും അവരെ കാത്തിരിക്കുകയും പിന്നെ അവരൊക്കെ റോൾ മോഡലായിട്ട് ഇപ്പൊ ഈ പറഞ്ഞ നേരത്തെ ഞാൻ പേര് പറഞ്ഞ ആൾ പറയുന്നുണ്ട്, ഞാൻ മദ്യപിക്കാറുണ്ട്, ഞാൻ കഞ്ചാവ് വലിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ റോൾ മോഡലായിട്ട് കാണുന്ന ആളെ പോലെ നമ്മുടെ ചെറുപ്പക്കാർ മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പൊ സമൂഹത്തിൽ വലിയൊരു ഭക്തിയുടെ വേവുണ്ടാവുന്നു. നന്ദഗോവിന്ദം ഭജൻസ് ഉൾപ്പെടെയുള്ള ഭജന ടീമുകളുടെ പ്രോഗ്രാം ആയിരക്കണക്കിന് ആളുകൾ വരുന്നു. അവർക്ക് പുതിയൊരു ലഹരി കിട്ടുക. അവര് സിയാപതി രാമചന്ദ്രൻ TJ എന്ന് പറയുമ്പോൾ ജനം ഏറ്റുപിടിക്കുകയാണ്, ജനം കൂടെ പാടുകയാണ്. അപ്പൊ അതൊരു വലിയ വേവാണ്. അപ്പൊ എന്ത് പറ്റിയെന്നറിയോ? അപ്പൊ എന്ത് പറ്റി? ഇതുപോലെ റാപ്പ് മ്യൂസിക്കുകളും പാശ്ചാത്യ സംസ്കാരത്തിന്റെയും കൾച്ചറിന്റെയും ഒക്കെ ഭാഗമായി അനാർക്കിസം വളർത്താനുള്ള ഒരു സംഘടിത മൂവ്മെന്റിന്റെ ഭാഗമായി വന്ന ഇത്തരം കാര്യങ്ങളൊക്കെ പിന്നാക്കം പോയപ്പോൾ ഇത്തരം നന്ദഗോവിന്ദം ഭജൻ പോലെയുള്ള ആളുകൾ എന്തൊക്കെയോ ഒളിച്ചു കിടത്തുകയാണ്. ഒരു ഹിന്ദു രാഷ്ട്രീയം കൊണ്ടുവരാനുള്ള നീക്കമാണെന്നുള്ള ക്യാമ്പയിൻ ആരംഭിക്കുന്നു. ഇവരെ ബഹിഷ്കരിക്കണമെന്ന് പറയുന്നു. മറ്റേത് ചെയ്യുമ്പോൾ ആർക്കും പ്രശ്നമില്ല. അവിടെ വന്നിട്ട് സരസ്വതി ദേവിയുടെ നഗ്നചിത്രം വരച്ചാൽ അത് പുരോഗമനമാണ്, ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്. എന്നാൽ അവിടെ നിന്ന് വളരെ നിഷ്കളങ്കമായി രാമചന്ദ്രനെ കുറിച്ച്, കൃഷ്ണനെ കുറിച്ച്, ശിവനെ കുറിച്ചൊക്കെ പാടിയാൽ, ജനം ഏറ്റുപാടിയാൽ ഇവിടെ ആളുകൾ ഭയപ്പെടുന്നു. ഇതുപോലെയാണ് LMRKയെ കുറിച്ച് എന്തൊക്കെയാണ് പറയുന്നത്? LMRKയെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരാൾ എഴുതിയ ഒരു പോസ്റ്റ് ചെയ്യാൻ കണ്ടു. അതായത് ഭക്തിയും ദേശീയതയുമായി ബന്ധിപ്പിക്കുന്നതോട് എനിക്ക് താല്പര്യമില്ല, ദേശീയതയും രാഷ്ട്രീയവുമായി ബന്ധിപ്പിക്കുന്നതോട് എനിക്ക് താല്പര്യമില്ല എന്ന് പറയാണ്. ഭക്തി പറയുമ്പോൾ നമ്മുടെ ഈ വിശ്വാസം എന്ന് പറയുന്നത് എല്ലാ ഹിന്ദു വിശ്വാസത്തിന്റെ ഈറ്റില്ലം എന്ന് പറയുന്നത് ഈ ഭാരതമല്ലേ? ഭാരതത്തെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റും? ഭാരതത്തെക്കുറിച്ച് പറയരുത്. നിങ്ങൾ ഭക്തിയെക്കുറിച്ച് പറഞ്ഞു, ഭാരതം എന്ന് പറയരുത്. ഭാരതം എന്ന് പറയുമ്പോൾ ഭാരതം ഉയർത്തിപ്പിടിക്കുന്ന സംസ്കാരത്തെക്കുറിച്ച് പറയരുത്. ഇതാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്? അപ്പൊ ഞാൻ ഇപ്പം ചില ആളുകളൊക്കെ എന്നോട് പറയാറുണ്ട് LMRKക്ക് നേരെ വലിയ ആക്രമണം ഉണ്ടാവും. ഞാൻ പറഞ്ഞു ഉണ്ടാവട്ടെന്നേ, ഉണ്ടായില്ല എങ്കിൽ അപ്പോഴാണ് കുഴപ്പം. ഇപ്പൊ നമ്മൾ ശരിയായ പാതയിൽ പോകുന്നു, ശരിയായ ഒരു മൂവ്മെന്റ് ആയിട്ട് പോകുന്നു എന്നതുകൊണ്ടാണ് എനിക്ക് ഈ ആക്ഷേപമൊക്കെ വന്നിട്ട് എനിക്കിതൊരു ആക്ഷേപമുണ്ട്. കാരണം നമുക്ക് ചില ആളുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്, ഞാനാണ് ഇവരെ ഇത്ര പോപ്പുലർ ആക്കിയത്, ഞാൻ ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയിട്ടാണ് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്തി എന്നൊക്കെ പറയുന്നവരുണ്ട്. അത് എനിക്കും അറിയാം, രജിജിക്ക് അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം രജിജിയെ ട്രിവാൻഡ്രത്ത് കണ്ടപ്പോൾ പറഞ്ഞു, അപ്പൊ കുറച്ച് പൈസ എനിക്ക് ബാക്കി തരാനുണ്ട് കേട്ടോ, ഇത് തന്നേക്കാൻ പറഞ്ഞു. അപ്പൊ ഇതൊരു മൂവ്മെന്റ്. ഇപ്പൊ എനിക്ക് ഞാൻ പറയാനുള്ളത് ഈ LMRKയിലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നിഷ്കളങ്കരായി നിൽക്കുന്ന
മുരുകഭക്തരായ ആളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളാരും ഖേദിക്കേണ്ട ഒരു കാര്യമല്ല. ഇതൊക്കെ സ്വാഭാവികമായി സംഭവിക്കേണ്ടതാണ്. കാരണം നമ്മൾ ഈ നാട്ടിൻപുറത്ത് പറയില്ലേ, ഈ എന്താ പഴമുള്ള മാവിലെ കല്ലേറ് കിട്ടുള്ളൂ അല്ലേ, മാങ്ങയുള്ള മാവിലെ കല്ലേറ് കിട്ടും എന്ന് പറയുന്ന പോലെ നമ്മുടെ പക്കൽ എന്തോ ഉണ്ട്. നമ്മൾ പറയുന്നത് ശരിയായ പാതയിലൂടെ പോകുന്നു എന്നതുകൊണ്ടാണ്. ഞാനിവിടെ പറയുന്നത് നിങ്ങൾ എന്നല്ല, നമ്മൾ എന്നാണ്. ഞാൻ ഈ മൂവ്മെന്റ് ഭാഗമാണ്. കാരണം ഞാനൊരു മുരുകഭക്തനാണ്. സുനിലേട്ടൻ അത് ഉറക്കെ മയൂരത്തിലും വിളിച്ചു ഞാനിതിന്റെ ഭാഗമാണ്. ഞാനിതിന്റെ എല്ലമാർക്കയുടെ അംഗമൊന്നുമല്ല. എന്നാൽ പോലും എനിക്ക് എല്ലമാർക്കയുടെ ഇന്ന് വരെ, ഇന്ന് ജനുവരി 25 ഡൽഹിയിൽ നിന്ന് നമ്മൾ സംസാരിക്കുന്നത്, ഇന്ന് വരെയുള്ള എല്ലമാർക്കയുടെ പ്രവർത്തനങ്ങൾ ഞാൻ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ഇതിന്റെ പ്രവർത്തനങ്ങൾ 100% സുതാര്യമായും സത്യസന്ധമായും നിഷ്കളങ്കമായും, അടിവരയിട്ട് പറയും, നിഷ്കളങ്കമായും പോകുന്നു എന്നതുകൊണ്ടാണ് ഞാൻ ഈ ദൂരങ്ങൾ താണ്ടി ഇവിടെ വന്നിരിക്കുന്നത്. കാരണം എനിക്ക് എൻ്റെ സ്റ്റുഡിയോയിൽ ഇന്ന് നാളെ മറ്റന്നാളൊക്കെ ഷൂട്ട് മുടങ്ങുകയാണ്. എനിക്ക് ആ ഷൂട്ട് മുടങ്ങുമ്പോൾ എൻ്റെ ചാനലിനെ നന്നായി ബാധിക്കുന്നുണ്ട്. എന്നാൽ പോലും ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് ഈ പ്രവർത്തനം മുന്നോട്ട് പോകണമെന്ന് നിഷ്കളങ്കമായി ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇത് കാലത്തിന്റെ ആവശ്യമാണ്, ശരിയായ പാതയിൽ പോകുന്നൊരു പ്രസ്ഥാനമാണ് എന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് കൂടെ നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇത് ബോധ്യപ്പെടുന്ന ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് അതിശക്തമായി പ്രസ്ഥാനം മുന്നോട്ട് പോകും. ഇതിനെ തകർക്കാനുള്ള ശ്രമങ്ങൾ ഇനിയും ഉണ്ടാവും, ഒരു സംശയമില്ല, ഇനിയും ഉണ്ടാവും. പക്ഷെ അതിനെ എനിക്ക് പറയാനുള്ളത്, ഇതിനെയൊക്കെ അവഗണിക്കുക. അവരുടെ ആവശ്യം എന്താണെന്നറിയോ, നമ്മളൊക്കെ തിരിച്ച് ഇതിനോട് ഫൈറ്റ് ചെയ്യണം, ഇതിന് മറുപടി പറയണം. എന്തൊക്കെയാണ്? ഇഗ്നോർ ചെയ്യുക. ഏറ്റവും നല്ല പ്രതിരോധം എന്ന് പറഞ്ഞാൽ അവഗണിക്കുക, പുച്ഛിച്ച് കളയുക. ഇവർക്കൊക്കെ താല്പര്യങ്ങൾ ഉണ്ടാവാം, എനിക്കറിയില്ല. ചിലരൊക്കെ പറയുന്നുണ്ട് ഈ നെഗറ്റീവ് ക്യാമ്പയിൻ നടത്തുന്ന ആളുകൾക്ക്, ചില ആളുകൾക്ക് ഫണ്ട് ചെയ്തിട്ടാണെന്ന് പറയുന്നത്. എനിക്കറിയില്ല ഫണ്ട് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ഫണ്ട് ചെയ്യുമോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ വലിയൊരു മൂവ്മെന്റിനെ തകർക്കാനുള്ള നീക്കം സംഘടിതമായി നടത്തുന്നത് ഹിന്ദുവിന്റെ ഒരു ഉണർവിനെ ഭയപ്പെടുന്ന ആളുകളാണ്. അപ്പൊ ഏതായാലും എല്ലമാർക്ക്, രജിജിയും സംഘവും, നിങ്ങൾ ഓരോരുത്തരും നടത്തുന്ന നീക്കം രാജ്യത്ത് വേണ്ടിയാണ്. രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരാൾക്കും എല്ലമാർക്കയെ തള്ളി പറയാൻ പറ്റില്ല എന്നാണ് എന്റെ ഒരു റിസൾട്ടുകൾ കാണുകയാണ്. ഉറപ്പായിട്ടും നമ്മൾ ഇതൊക്കെ വിശ്വാസം അതല്ലേ അല്ല. അതെ, റിസൾട്ടുകൾ നമ്മുടെ മുമ്പ് കാണുക. ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 1 year മുന്നേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, പറഞ്ഞു തുടങ്ങുമ്പോൾ ഈ ഒരു ഗ്ലോബൽ ലെവലിൽ ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നില്ല. നമ്മൾ ഇന്ത്യ, റഷ്യ, ചൈന എന്ന് പറയുമ്പോൾ ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല രജിജി അത് പറയുമ്പോൾ. അപ്പോൾ ഈ ഡിസ്റ്റർബൻസ് വന്ന് നിൽക്കുന്ന ഈ ടൈമിൽ ഗ്ലോബലി ഡിസ്റ്റർബൻസ് ആണ് ഫുള്ളി. താരിഫ് ആയിക്കോട്ടെ, ഗ്രീൻലാൻഡ് പിടിക്കാൻ പോകുന്ന ഒരു ഗ്രൂപ്പ്, ഇതൊക്കെ സംഭവിക്കും. ഭാരതത്തിനെ നോക്കി കാണുമ്പോൾ ഫ്യൂച്ചർ എന്ത് തോന്നുന്നു? എല്ലമാർക്കയുടെ കൂടെ നിന്ന് ഈ യാത്ര ചെയ്യും. ഭാരതത്തിന്റെ ഭാവി എന്തായിരിക്കും എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. ഭാരതത്തിന്റെയാണ് ഭാവി. ഭാരതം ലോകത്തെ നയിക്കാനുള്ളതാണ്. ലോകത്തെ നയിക്കും ഭാരതമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്, തെളിയിക്കപ്പെടുന്നത്. കാരണം നമ്മൾ ഈ നോസ്ട്രഡാംസിന്റെ പ്രവചനങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നോസ്ട്രഡാംസിന്റെ പ്രവചനങ്ങൾ 17-ാം നൂറ്റാണ്ടിലോ മറ്റോ ഫ്രാൻസിൽ ജീവിച്ചിരുന്ന ആളാണ് നോസ്ട്രഡാംസ്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പ്രവചിച്ചിട്ടുണ്ട്. ഹിറ്റ്ലറുടെ ഉദയം, അസ്തമനം, ലോകമഹായുദ്ധങ്ങളൊക്കെ പ്രവചിച്ച ആളാണ്. അദ്ദേഹത്തിന്റെ പ്രവചനങ്ങളിൽ പറയുന്നുണ്ട്, ഇന്ത്യയിൽ അങ്ങ് കിഴക്കൻ രാജ്യത്ത് നിന്ന് സന്യാസിയെ പോലെ ഒരാൾ വരും. അയാൾ ആ രാജ്യത്തിന്റെ മാത്രമല്ല ലോകം മുഴുവൻ അംഗീകരിക്കുന്ന നേതാവായി മാറും. അയാൾ ലോകത്തെ നയിക്കുന്ന ഒരു നേതാവായി മാറും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം ഹിമാലയത്തിൽ പോയി തപസ്സിരിക്കുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ അനുഭവങ്ങളിലൂടെ നമ്മൾ കാണുന്നുണ്ട്. ഞാനും വിശ്വസിക്കുന്നു അത് നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ചാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം മോദി എന്ന് പറയുന്ന ഒരാൾ ഒരു നിയോഗമാണ്. കാരണം നമ്മളിപ്പോൾ പറയുന്നുണ്ട്, ഓരോ കാലഘട്ടത്തിലും അരുവിപ്പുറത്ത് നിന്ന് ഒരു നദിയിൽ മുങ്ങിയെടുത്ത് ഒരു കല്ലെടുത്ത് ശിവനെ പ്രതിഷ്ഠിച്ച നാരായണ ഗുരുദേവൻ, പിന്നെ അധസ്ഥിതന് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഒരു വില്ലുവണ്ടി ഓടിച്ചുപോയ അയ്യങ്കാളി, സമുദായത്തിന്റെ സേവനം, സമാജത്തിന്റെ സേവനം ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞ മന്നത്ത് പത്മനാഭൻ. അങ്ങനെ കേരളത്തിൽ ജനിച്ചിട്ടുള്ള മഹാന്മാരായ ആചാര്യതുല്യരായ ഒരുപാട് പേരുണ്ട്. അവർക്ക് ചില കാലങ്ങളിൽ ഇപ്പോൾ മന്നത്ത് പത്മനാഭന് അദ്ദേഹം ഇടയ്ക്ക് രാഷ്ട്രീയത്തിലൊക്കെ ഇടപെട്ടിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും അവരൊക്കെ ഭാരതം എന്ന് പറഞ്ഞ സങ്കല്പത്തെ മുന്നിൽ കണ്ടിട്ടാണ് നിന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നില്ലേ, ആശാൻ പാടിയ ദുരവസ്ഥ എന്നുള്ള കവിത. ദുരവസ്ഥയുടെ അവസ്ഥ അറിയില്ലോ. കേരളത്തിലെ ഒരു പാഠപുസ്തകത്തിലും ദുരവസ്ഥ പഠിപ്പിക്കില്ല. കാരണം അത് മലബാർ കലാപത്തെക്കുറിച്ചാണ്. മലബാർ കലാപമൊന്നുമല്ല, മലബാർ കൂട്ടക്കൊലയെ കുറിച്ചാണ്. അതിനകത്ത് പറയുന്നുണ്ട്, വരികൾ ഞാൻ കോട്ട് ചെയ്യുന്നില്ല, ദുരവസ്ഥ വായിച്ചറിയാം. അപ്പോൾ മലബാർ കലാപത്തിന്റെ ഭാഗമായി നടന്നെന്താണ്, അതിനെ ഇപ്പോൾ ദേശീയ സ്വാതന്ത്ര്യ സമരമാണ്, കർഷക സമരമാണെന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു കാലമാണ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ആളുകളെ കൂട്ടക്കൊല ചെയ്താണ്. അംബേദ്കർ എഴുതിയിട്ടുണ്ട്, മഹാത്മാഗാന്ധി എഴുതിയിട്ടുണ്ട്, അനി ബസന്റ് എഴുതിയിട്ടുണ്ട്, കുമാരനാശാൻ എഴുതിയിട്ടുണ്ട്. കുമാരനാശാൻ അങ്ങനെ എഴുതണമെങ്കിൽ അത് നാരായണ ഗുരുദേവന്റെ അനുമതി ഇല്ലാതെ ആശാൻ എഴുതില്ല. അങ്ങനെ ആശാൻ എഴുതിയ വരികൾ പിൻവലിപ്പിക്കണം എന്ന് ഇവിടെ സംഘടിതമായ ആവശ്യം ഉയർന്നു. ആശാൻ പറഞ്ഞു, ഞാൻ എഴുതിയത് മാറ്റമില്ല, ഞാൻ അവിടെ പോയി ബോധ്യപ്പെട്ടതാണ്.
എന്താണ് മലബാറിൽ നടന്നത്? മലബാർ പ്രദേശം ഇന്ന് ഹൈന്ദവ സംസ്കാരത്തിനെതിരെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം കൊലക്കത്തിക്ക് മുന്നിൽ ഭയപ്പെട്ട് ഒരു ജനത സ്വധർമ്മം വിട്ട് മറ്റൊരു ധർമ്മത്തിലേക്ക് പോയവരാണ്. അതിന് കാരണം ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ജനോസൈഡുകളിൽ ഒന്നാണ് മലബാറിൽ നടന്നത്. ഇത് പറയുമ്പോൾ നമ്മൾ വർഗീയവാദിയാവും. സത്യം പറയാൻ പാടില്ല. ടിപ്പു സുൽത്താൻ നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ ആക്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ ഗുരുവായൂരപ്പനെ ആക്രമിക്കാൻ വന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിഗ്രഹം എടുത്ത് അമ്പലപ്പുഴ കൊണ്ടുവച്ചു. എന്നിട്ട് ആവശ്യപ്പെട്ട പണം നെഗോഷിയേറ്റ് ചെയ്ത് കൊടുത്തതുകൊണ്ടാണ് ഗുരുവായൂർ ക്ഷേത്രം കത്തിക്കാൻ വിട്ടത്. നമുക്ക് മലബാറിലേക്ക് പോയാൽ കാണാമല്ലോ, നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ നശിപ്പിക്കുന്നുണ്ട്, ആയിരക്കണക്കിന് ഹിന്ദുക്കളെ കൊന്നിട്ടുണ്ട്. ഇതൊന്നും പറയാൻ പാടില്ല എന്നാ പറയുന്നത്. അപ്പൊ നമുക്കെന്താണെന്നറിയോ, ഈ സത്യം എന്ന് പറയുന്നത് മറ്റു ചിലർക്ക് ഇഷ്ടപ്പെടാത്ത സത്യം പറയാൻ പാടില്ല. നമ്മൾ കുത്തുബ് മിനാർ പോയി, അവിടെ ഇപ്പൊ റീസെന്റ് ആണ് ഞാൻ കാണുന്നത് യങ്സ്റ്റേഴ്സ് എല്ലാം പോയി ഈ തകർക്കപ്പെട്ട വിഗ്രഹങ്ങളാണ് നോക്കുന്നത്. നോക്കൂ, കുത്തുബ് മിനാറിന്റെ അടുത്തേക്ക് പോകും, അവിടെ താറു നടക്കുന്ന ക്ഷേത്രങ്ങൾ കാണാം, ഇല്ലേ? ഉറപ്പായിട്ടും ഉണ്ട്. അത് എന്തിനാണ് ഞാൻ പറയുന്നത് കേൾക്കൂ. നമ്മൾ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അലക്സാണ്ടർ ദ ഗ്രേറ്റ്. അലക്സാണ്ടർ ആരായിരുന്നു? വിദേശത്ത് നിന്ന് നമ്മുടെ രാജ്യം കൊള്ളയടിക്കാൻ വന്നവരാണ്. ബാബർ ആണേലും ഔറംഗസേബ് ആണേലും ഉമയൂർ ആണേലും ഷാജഹാൻ ആണേലും അക്ബർ ആണേലും വിദേശികളാണ്. അവർ ഈ നാട്ടിലേക്ക് വന്ന് കൊള്ളയടിച്ച് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ അടിമകളാക്കി അവന്റെ ഭരണം സ്ഥാപിച്ചവരാണ്. പക്ഷെ അവര് കുഴപ്പക്കാരല്ല, അവർ നല്ലവരാണ്. നമ്മുടെ രാജ്യത്തെ ആകെ ദ്രോഹിച്ചവർ ബ്രിട്ടീഷുകാർ മാത്രമാണ്. 18 ചാപ്റ്റർ മുഗളന്മാരെ കൊണ്ടാണ്. അതാ പറഞ്ഞത്. ഞാൻ ഇപ്പൊ ചരിത്രം പഠിക്കുന്നത് ഇന്ത്യക്കാരെ ആക്രമിച്ചത് മുഴുവൻ ബ്രിട്ടീഷുകാരാണ്. മുഗളന്മാർ ആക്രമിച്ചില്ല, ഹൂണന്മാർ ആക്രമിച്ചില്ല. അവരും ചെയ്ത അതേ പണി. ബ്രിട്ടീഷുകാർ കുറച്ചെങ്കിലും സംസ്കാരമുള്ളവരായിരുന്നു. ദ്വരമാർ കുറച്ചെങ്കിലും ക്രൂരന്മാരായിരുന്നു. എന്നാൽ പോലും ഈ മുഗളന്മാരെ പോലെ ആയിരുന്നില്ല. അവർ നടത്തിയ നരമേധങ്ങളെ പോലെ ബ്രിട്ടീഷുകാർ ചെയ്തിട്ടില്ല. ബ്രിട്ടീഷുകാരെ പോലെ നമ്മുടെ ജാലിയൻവാലാ പോലെ വെടിവെപ്പ് പോലെയുള്ള നടത്തിയിട്ടുണ്ട്. ശരിയാണ്, നമ്മളെ അടിമകളാക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും മതത്തിന്റെ പേരിൽ ഹിന്ദുക്കളെ വേട്ടയാടിയിട്ടില്ല. അപ്പൊ ഹിന്ദുക്കളെ വേട്ടയാടിയിട്ടുണ്ട് എന്നുള്ള സത്യം പറയാൻ പാടില്ല. കാശ്മീരിലെ കാര്യം പറയാൻ പാടില്ല. റോഹിംഗ്യൻ മുസ്ലിംസിനെ കുറിച്ച് സംസാരിക്കാം. കാശ്മീരിൽ നിന്ന് ആട്ടിപ്പായിച്ച ഇപ്പോഴും നമ്മളിരിക്കുന്ന ഡൽഹിയുടെ തെരുവോരങ്ങളിൽ അഭയാർത്ഥികളായി കഴിയുന്ന കാശ്മീരി പണ്ഡിറ്റുകളെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല. എന്തൊരു വിരോധാഭാസമാണ്. എനിക്ക് വലിയ സങ്കടം ഉണ്ടായി. കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു കോളേജിലേക്ക് ഒരു വിദ്യാർത്ഥി സംഘടന മാർച്ച് നടത്തിയിട്ട് ആ കോളേജിന്റെ ഗേറ്റൊക്കെ തകർത്തിട്ട് ഗേറ്റിന്റെ ഭിത്തിയിലുണ്ടായിരുന്ന ഓം എഴുതി വെച്ചിരുന്നത് അടർത്തിയെടുത്ത് നിലത്തിട്ട് ചവിട്ടുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അതൊരു കുരിശിന്റെ രൂപമായിരുന്നെങ്കിൽ, ഒരു ചന്ദ്രക്കലയും നക്ഷത്ര ചിഹ്നവുമായിരുന്നെങ്കിൽ സാംസ്കാരിക കേരളം പൊട്ടിത്തെറിക്കുമായിരുന്നു, അല്ലേ? ഓം എന്ന് പറയുന്ന അടയാളം എടുത്ത് ഗേറ്റിൽ നിന്നും പറിച്ചെടുത്ത് നിലത്തിട്ട് ഷൂസ് കൊണ്ട് SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ആളുകൾ ചവിട്ടി അരയ്ക്കുമ്പോൾ ഇവിടുത്തെ ഒരു സാംസ്കാരിക നായകർക്കും പ്രശ്നമില്ല, ഒരു മാധ്യമത്തിനും പ്രശ്നമില്ല. ഇതെന്തൊരു രാജ്യമാണ്? ഈ രാജ്യത്തെ ഇപ്പോഴും 80% വരുന്ന ഹിന്ദുക്കൾ മറ്റുള്ളവരുടെ മെഴ്സിക്ക് വേണ്ടി യാചിക്കുകയാണ്. മറ്റൊരു സമുദായത്തിന് എന്ത് തോന്നുമെന്ന് ഭയപ്പാടിൽ കഴിയേണ്ടി വരുന്നു. ഇത് ഞാനീ രാഷ്ട്രീയം പറയും, എല്ലാമാർക്കുടെ വേദിയിൽ ഇങ്ങനെ പറയാമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ പറയും, എനിക്കത് ഭയമില്ല. കാരണം ഞാനൊരു ഹിന്ദു പക്ഷത്തിന് വേണ്ടി നിൽക്കുന്ന ആളെ. ഹിന്ദുവിന് മറ്റൊരാളെ നശിപ്പിക്കണമെന്നില്ല. പക്ഷെ ഹിന്ദുവിന്റെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ആധിപത്യം ഉറപ്പിക്കാൻ സമ്മതിക്കാൻ പാടില്ല. സമ്മതിക്കാൻ ഞാൻ കൂട്ടുനിൽക്കില്ല. അതിനെതിരെ ഞാൻ വർത്തമാനം പറയാം. അതെന്റെ നിലപാട്. അതിന്റെ പേരിൽ എനിക്കുണ്ടാവുന്ന എല്ലാ പരിക്കുകളെയും ആക്രമണങ്ങളെയും ഞാൻ നേരിടാൻ തയ്യാറാണ്. എന്ത് ദോഷം വന്നാലും ഞാൻ സഹിക്കും. പക്ഷെ ഇതിപ്പോ എനിക്ക് തോന്നുന്നതെന്നറിയോ, ഇതൊക്കെ നിങ്ങളെ പോലെയുള്ള ചെറുപ്പക്കാർക്ക് ബോധ്യപ്പെട്ടു വരുന്നു എന്നതാണ് ഒരു വലിയ സന്തോഷം. സുനിൽ ചേട്ടൻ പുതിയൊരു ചാനലിന്റെ സ്റ്റാർട്ട് ചെയ്തു, 2 മാസമായി തുടങ്ങിയിട്ട്. നന്നായി പോകുന്നു. അതെ, ആ ഇന്ത്യ ലൈവ് എന്നാണ് ആ പേര് ചൂസ് ചെയ്യാനുള്ള പ്രചോദനം എന്തായിരുന്നു? അല്ലെ, ഞാൻ ഇന്ത്യ ഫസ്റ്റ് എന്ന് വിചാരിക്കും. എന്റെ രാജ്യമാണ്. എനിക്ക് എന്റെ എല്ലാം എന്റെ രാജ്യമാണ്. എനിക്ക് ഒരു ഇന്ത്യക്കാരനായി ജീവിക്കണം, ഇന്ത്യക്കാരനായി മരിക്കണം, ഈ രാജ്യത്തിന് വേണ്ടി എന്നാൽ കഴിയുന്നത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ നമ്മുടെ രാജ്യത്തെ നമുക്ക് നമ്മുടെ അമ്മയെ മറക്കാൻ പറ്റുമോ? നമ്മുടെ അമ്മയെക്കാളും നല്ലത് അയൽവക്കത്തെ ചേച്ചിയാണ് എന്ന് പറയുന്ന ഒരു സംസ്കാരം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് എനിക്ക് എൻ്റെ രാജ്യം, എൻ്റെ പെറ്റമ്മയും എൻ്റെ മാതൃരാജ്യവും എനിക്കൊരുപോലെയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ത്യ എന്നുള്ള പേര് സ്വീകരിച്ചു. ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ പ്രതീകമായ ഒരു കാവിക്കൊടി ആ ഇന്ത്യ എന്നുള്ള INDക്കകത്ത് ഒരു ലോഗോയിൽ പറക്കുന്നുണ്ട്. അത് ഇന്ത്യയുടെ നിറം കാവിയാണ്. അഗ്നിയുടെ നിറവും കാവിയാണ്. ആദ്യത്തെ ഇന്റർവ്യൂ രജിജിയുടേതായിരുന്നു. അദ്ദേഹമാണ് നമ്മുടെ ക്യാമറയുടെ സ്വിച്ച് ഓൺ നിർവഹിച്ചത്. അപ്പൊ ഇന്ത്യ ലൈവ് നന്നായി പോകുന്നു. നമ്മൾ ഇപ്പോഴും പലർക്കും അറിയില്ല ഇന്ത്യ ലൈവ് പുതിയൊരു ചാനലാണെന്ന് അറിയില്ല. പക്ഷെ നമുക്കിപ്പോൾ 2.5 ലക്ഷത്തോളം സബ്സ്ക്രിപ്ഷൻ ഉണ്ട് 2 മാസം. സുനിൽജിയുടെ ഫേസ് കാണുമ്പോഴേ നാഷണലിസത്തിന്റെ ഭാഗമായി ചെറുതായി ചിന്തിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യും.
സബ്സ്ക്രൈബ് ചെയ്യട്ടെ, അവർ അറിഞ്ഞു വരട്ടെ. അതാണ് ഏതായാലും വലിയ സന്തോഷം. LMRKയുടെ ചാനലിൽ സംസാരിക്കണമെന്ന് എന്നോട് കുറച്ചതായ രജിജി പറയുന്നുണ്ട്. പക്ഷെ നടക്കുന്നില്ല, മാറി മാറി കിട്ടിയിരുന്നില്ല. പക്ഷെ ഞാനിപ്പോഴും പറയുന്നു LMRK എന്ന മൂവ്മെന്റിന്റെ കൂടെ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. കാരണം LMRK എന്നുള്ള പ്രസ്ഥാനത്തെ ഞാൻ കഴിഞ്ഞ 2-3 വർഷമായി വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചിട്ടുണ്ട്. ഇതൊരു തട്ടിപ്പ് പ്രസ്ഥാനമല്ല. ഇത് കാലത്തിന്റെ ആവശ്യമാണ്, അനിവാര്യതയാണ്. ഇത്തരം ഒരു മൂവ്മെന്റ് കേരളത്തിലുണ്ടായി അത് ഇന്ത്യ മുഴുവൻ പടർന്ന് പന്തലിക്കുക തന്നെ വേണം. അത് ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ആളുകളുടെ കൂട്ടായ്മയാണ്. മുരുകൻ ദേവസേനാധിപതിയാണ്, ഭാരതത്തിന്റെ പ്രതീകമാണ്. കാരണം നമ്മുടെ പ്രധാനമന്ത്രി മുരുകന്റെ നാടായ തമിഴ്നാട്ടിലെ തമിഴ് ഭാഷ, തമിഴ് സംസ്കാരം, അവിടെ നിന്നാണ് ചെങ്കോൽ കൊണ്ട് പാർലമെന്റിൽ വെച്ചിരിക്കുന്നത്. അതെ, അപ്പൊ മുരുകന്റെ ഒരു സാന്നിധ്യം, മുരുകന്റെ അനുഗ്രഹം, മുരുകന്റെ കരുത്ത് നമ്മുടെ രാജ്യത്തെ ഭരണാധികാരിയുടെ രക്തത്തിലുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അപ്പം ഭഗവാൻ മുരുകന്റെ ഒരു നിയോഗമാണ് നമ്മൾ ഈ സംസാരിക്കുന്നതും നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മുന്നോട്ട് വെക്കുന്നതും. അദ്ദേഹത്തിന് വേണ്ടി കൂടിയാണ്, രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹം നിങ്ങൾ ക്യാപ്റ്റൻ എന്ന് വിളിക്കുന്ന എൻ്റെ വളരെ പ്രിയപ്പെട്ട സുഹൃത്ത് എന്ന് ഞാൻ പറയും. ശ്രീ രജിത്ജിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എൻ്റെ അവസാനം വരെ ഞാൻ കൂടെ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു നിശ്ചയം. തീർച്ചയായും. അപ്പോൾ ഇനിയും ഇന്റർവ്യൂസ് വേണം, ഇനിയും കാര്യങ്ങൾ മുമ്പോട്ട് പോകും, ഇനിയും നമ്മൾ അതിശക്തമായി നിൽക്കേണ്ട ടൈമാണ്. അതെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ LMRKയെ കുറിച്ച് സംസാരിച്ചു. ഞാൻ പിന്നെ കുറച്ചൊക്കെ കടത്തി പറഞ്ഞോന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ഞാൻ പറയുമ്പോൾ പരമാവധി പറയുന്ന ആളാണ്. എന്തിനാണ് സത്യം വദ ധർമ്മം തര, സത്യം പറയുക, ധർമ്മത്തിൽ സഞ്ചരിക്കുക. അതാണ് എൻ്റെ ജീവിത രീതി. നമുക്ക് ആരെയും കബളിപ്പിക്കാനൊന്നും ഉദ്ദേശമില്ല. നമ്മുടെ സംസ്കാരം, നമ്മുടെ ലക്ഷ്യം, നമ്മുടെ രാജ്യം, നമ്മുടെ വിശ്വാസം, നമ്മുടെ സനാതന ധർമ്മം, ഇതിനു വേണ്ടി നിലകൊള്ളുക എന്നുള്ളത് ഒരു ഭാരതീയൻ എന്ന നിലയിൽ എൻ്റെ ദൗത്യമാണ്. അതിനുവേണ്ടി പോരാടേണ്ടി വന്നാൽ അതിനും ഞാനുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ബോറാക്കിയ അയ്യോ ഇല്ല